എല്ലാവരും അത്തം തൊട്ട് 10 ദിവസത്തോളം വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് തിരുവോണം വരാൻ വേണ്ടി. അപ്പം നമുക്കങ്ങനെ തിരുവോണം ആയി. അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൂക്കളായാലും പിന്നെ നമുക്ക് സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ തലേ ദിവസം തന്നെയാണ് പോയി മേടിച്ച് വയ്ക്കാറ്. അപ്പോൾ നമ്മൾ പൂക്കൾ മേടിക്കാനായിട്ട് 2-3 സ്ഥലത്ത് പോയിട്ടാണ് നല്ല പൂക്കളൊക്കെ കിട്ടി. 2-3 സ്ഥലത്ത് നമ്മുടെ ജമന്തി പൂവൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കളറിലുള്ള ജമന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ഈ പറഞ്ഞ പോലെ എന്ന് പൂവ് അടിക്കുമ്പോഴും റോസ് ഫ്ലവറൊന്നും കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം കുറേ റോസ് ഫ്ലവറൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂവോ കേട്ടോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെ വയലറ്റ് കളർ ജമന്തി ആണത്. നല്ല ഭംഗിയുള്ള ഒരു 5-6 എണ്ണമാണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മാവല മിക്സിയിൽ പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ മാവല പൊടിച്ച് വെച്ചേക്കണതാണ്. നമ്മുടെ കളത്തിന് പ്രത്യേക ഭംഗിയായിരിക്കുള്ള ഒരു പച്ച കളർ വരുമ്പോൾ. അപ്പം ഇതും ഇതുപോലെ തന്നെ റോസ് ഫ്ലവറാണ്. 2 ടൈപ്പ് റോസ് ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നുള്ളിപ്പറക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഈ പച്ച കളറും വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കുള്ളൂ കളം. അപ്പോൾ ഒരു 3-4 ടൈപ്പ് കളമൊക്കെ നോക്കി ഒരെണ്ണം ലാസ്റ്റ് ഫിക്സ് ചെയ്ത് അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നബിദിനം ആണല്ലോ, പിറ്റേ ദിവസം നബിദിനല്ലായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ അവിടെ സദ്യ വിഭവങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് ഞങ്ങൾ കളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കളം ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പം നമുക്ക് സദ്യയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. ഇഞ്ചിക്കറി ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി. അച്ചാറൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചിക്കറി ആയാലും മോരുകറി ആയാലും തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. കാരണം എല്ലാം കൂടെ നമുക്ക് പിറ്റേ ദിവസം പറ്റില്ലല്ലോ. അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ എങ്ങനെയായാലും നേരം വൈകും. അപ്പോൾ നമ്മൾ കാബേജ് തോരൻ ഒക്കെ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കി, അതെല്ലാം ചീത്തയാവുമല്ലോ. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇലയിൽ എല്ലാ കറികളും വിളമ്പി ചോറിട്ടു, പിന്നെ കുറച്ച് സാമ്പാർ ഒഴിച്ച് അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോവാണ്. പിന്നെ നമുക്ക് പപ്പടം ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ നേരാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാട്ടോ. പിന്നെ ഇത് നമ്മുടെ പശുമക്കൾക്കുള്ള സദ്യ കേട്ടോ. അപ്പം നമ്മൾ അവർക്കും കൊടുക്കാറുണ്ട്. കാരണം അവർ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് വിശേഷപ്പെട്ട ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഐറ്റങ്ങൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. മീനും ഇറച്ചി സംഭവമൊന്നും കൊടുക്കാറില്ല. സദ്യ വിഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐറ്റങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവന് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടത് ശർക്കര വരട്ടിയാണ്. അപ്പോൾ പോണ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ശർക്കര വരട്ടി മേടിക്കാറുണ്ടേ. അപ്പോൾ നമ്മളെ മോള് കഴിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യും, അതിനും കൊണ്ട് കൊടുക്കും.